ചേർത്തല തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ എന്ന നിഗമനത്തിൽ തന്നെ അന്വേഷണ സംഘം. പ്രതി സെബാസ്റ്റ്യൻ 5-ലധികം പേരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ സംശയം. സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്ത് വീടും പരിസരവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഇതാണ് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്. ഈ വീടിന്റെ തെക്കുവശത്താണ് കഴിഞ്ഞ ദിവസം മനുഷ്യ ശരീരാവശിഷ്ടം കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. ശരീരാവശിഷ്ടം ബിന്ദുവിന്റെയോ ജൈനമ്മയുടേതോ ഐഷയുടേതോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. രണ്ടേക്കർ വിസ്തൃതിയിലുള്ള പറമ്പിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇടറോഡിൽ നിന്ന് 100 മീറ്റർ മാറി നിൽക്കുന്ന വീട് കാട് പിടിച്ച് കിടക്കുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പാലക്കാട് അമ്മാവൻ എന്ന വിളിപ്പേരുള്ള സെബാസ്റ്റ്യൻ ബിന്ദു തിരോധാന കേസിൽ പ്രതിയായതോടുകൂടിയാണ് ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അകന്നത്. പിന്നീട് ഈ വീട്ടിൽ ആരൊക്കെ വന്നു എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ഒരറിവുമില്ല. ഈ ഒരു വിഷയം കേസൊക്കെ വന്ന ശേഷം അപ്പോൾ വലിയ ഇൻറ്റിമസി എല്ലാവരുമായിട്ടൊക്കെ എല്ലാവരും പിന്നെ ഇയാളൊരു ആയുധം കൽപ്പിച്ച് അകത്ത് നിന്നൊരു സ്വഭാവമുണ്ട്. ഒരു വിഷയം വന്ന ശേഷം ബിന്ദു പത്മനാഭൻ്റെ തിരുവാതിര ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് ഞാൻ ഒരു പോലീസിൽ പോകേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഞാനുമായിട്ട് പിന്നെ സംസാരിച്ചു. ലാസ്റ്റ് സംസാരിച്ചാണെങ്കിൽ ഒരു 2 മാസമായുള്ള ഞങ്ങൾ റോഡാണ്, പ്രൈവറ്റ് റോഡാണ്. ആ റോഡ് നമ്പി ഇയാൾ തർക്കം ഉന്നയിച്ചു വന്നു. അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ സംസാരിച്ചു. പിന്നെ എന്നോട് ഒന്ന് ഷപ്പേ വെച്ചിട്ട് പോയി. ബിന്ദു, ഐഷ, സിന്ധു, ജൈനമ്മ എന്നിങ്ങനെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടവരുടെ പട്ടിക നീളുകയാണ്. ഇനിയും കൂടുതൽ പേരുകൾ വന്നേക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SS, റിപ്പോർട്ടർ ആലപ്പുഴ.